ഹലോ, ഇന്ന് നമ്മൾ ഒരു എലിഗൻ്റ് ആയിട്ടുള്ള ക്രോസ് ബുക്ക് മാർക്കാണ് നോക്കുന്നത്. ഇപ്പോൾ ബൈബിള് വായിക്കുന്നവർക്ക് സമ്മാനിക്കാനും നമ്മളുടെ സ്വന്തം ബൈബിളിൽ ഉപയോഗിക്കാനും ഒക്കെ ഇത് വളരെ സ്പെഷ്യലായിരിക്കും. ഇനി നിങ്ങളുടെ ബുക്കിൻ്റെ അരികെ മടക്കി വെച്ച് നിങ്ങൾ ബുക്ക് കേടാക്കണ്ട. ഈ ബുക്ക് മാർക്ക് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് പേജസ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ പാറ്റേൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. വെൽക്കം ടു മൈ ചാനൽ യാനോറ സ്റ്റുഡിയോ. ക്രോസിൻ്റെ ബുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ യാൺ എടുത്തിട്ടുണ്ട്. ടാസിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എംബ്രോയ്ഡറി ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ഈ യാൺ വെച്ചും നമുക്ക് ടാസിൽ ചെയ്തെടുക്കാം. യാൺ എക്കറിലേക്കും കോട്ടണും മിക്സ് ആയിട്ടുള്ള യാണാണ് എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വെയ്റ്റ് യാണാണ് എടുത്തിട്ടുള്ളത്. ഹുക്ക് ഒരു 3.5 mm ഹുക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റിച്ച് മാർക്കർ വേണം, നീഡിൽ വേണം, സിസേഴ്സ് വേണം. അപ്പോൾ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാജിക് റിങ് ചെയ്തിട്ടാണ് ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ മാജിക് റിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പിങ്കി റാപ്പ് ചെയ്യുക. ഇതുപോലെ നമ്മളുടെ മിഡിൽ ഫിംഗറിൽ ഈ യാൺ ഇതുപോലെ ഒന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഹുക്ക് നമ്മളുടെ ഫേസിന് ഓപ്പോസിറ്റ് പിടിക്കുക. ഇതുപോലെ ഈ യാണിനെ ഹുക്ക് ചെയ്ത് ടൈറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ മാജിക് റിങ് ചെയ്തു. മാജിക് റിങ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്ത ആളുകളുണ്ടെങ്കിൽ ആ വീഡിയോ നോക്കി പഠിച്ചെടുക്കുക. ഫസ്റ്റ് റൗണ്ടിൽ 3 ചെയിൻ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. ആദ്യത്തെ ചെയിൻ ചെയ്തു, ഇതുപോലെ യാൺ ഓവർ ചെയ്യുക. ഈ ഹുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് പതുക്കെ തിരിക്കുക. എന്നിട്ട് ഈ ലൂപ്പിലൂടെ ഇതുപോലെ വലിച്ചെടുക്കുക. അപ്പോൾ 3 ചെയിൻ ചെയ്തു. അതിനുശേഷം ഒരു 3 ഡബിൾ ക്രോഷയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഡബിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യാൺ ഓവർ ചെയ്യുക. ഈ മാജിക് റിങ്ങിൻ്റെ അകത്തൂടെ ഇതേപോലെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. എന്നിട്ട് ഈ ത്രെഡ് ഇതുപോലെ ഹുക്ക് ചെയ്ത് വലിച്ചെടുക്കുക. ഇപ്പോൾ ഈ ഹുക്കിൽ 3 ലൂപ്പുണ്ട്. ഇതിൽ ആദ്യത്തെ 2 ലൂപ്പിലൂടെ മാത്രം നമ്മൾ വർക്കിംഗ് യാണിന് ഹുക്ക് ചെയ്ത് എടുക്കുക. അതിനുശേഷം അടുത്ത 2 ലൂപ്പിലൂടെ ഇതുപോലെ ഹുക്ക് ചെയ്തെടുക്കുക. ആദ്യത്തെ ഡബിൾ ക്രോഷ് ചെയ്തു. അപ്പോൾ ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷ് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം സ്റ്റിച്ച് മാർക്കർ കൊണ്ട്. സ്റ്റിച്ച് മാർക്കർ ഇല്ലാത്ത ആളുകൾ ഡബിൾ ക്രോഷ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു ത്രെഡ് ഹോൾഡ് ചെയ്താൽ മതി. ഇനി 2 ഡബിൾ ക്രോഷേ കൂടി ഇതുപോലെ തന്നെ ഈ മാജിക് റിങ്ങിൽ ചെയ്യണം. ഇതുപോലെ ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുക്കുക, അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. ഒരു ഡബിൾ ക്രോഷയും കൂടി ഇതേപോലെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇപ്പോൾ ഈ ചെയിനോടുകൂടി ഇവിടെ 4 സ്റ്റിച്ചസായി. ഇനി 2 ചെയിനാണ് ചെയ്യേണ്ടത്. ഇതുപോലെ 2 ചെയിൻ ചെയ്യണം. 4 ഡബിൾ ക്രോഷ തന്നെ ഇനി നമ്മൾ റിപ്പീറ്റ് ചെയ്യും. ഇതേപോലെ ഈ മാജിക് റിങ്ങിലൂടെ എടുക്കുക. ആദ്യത്തെ ഡബിൾ ക്രോഷ ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷ, മൂന്നാമത്തെ ഡബിൾ ക്രോഷ, ലാസ്റ്റ് 4ാമത്തെ ഡബിൾ ക്രോഷേ. ഇപ്പോൾ 4 ഡബിൾ ക്രോഷയുടെ 2 ക്ലസ്റ്റർ നമ്മൾ ചെയ്തു. അപ്പോൾ ഇതേപോലത്തെ തന്നെ 2 എണ്ണം കൂടി കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അത്രയും ചെയ്തിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം എത്തുമ്പോൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് റൗണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിച്ച് മാർക്കർ ഉള്ള ഭാഗത്തോട്ട് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഈ സ്റ്റിച്ച് മാർക്കർ റിമൂവ് ചെയ്യാം.
ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷയിലോട്ടാണ് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നത്. ലാസ്റ്റ് 2 ചെയിൻ ചെയ്താണ് ഈ റൗണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഫസ്റ്റ് ഡബിൾ ക്രോഷയുടെ സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ 2 ചെയിൻ സ്പേസിലാണ് ഇനി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് തന്നെയാണ് നമ്മൾ ഈ 2 ചെയിൻ സ്പേസിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് 2 ചെയിൻ സ്പേസിലോട്ട് മൂവ് ചെയ്യാം. ഇനി ഈ സ്പേസിൽ സെക്കൻഡ് റൗണ്ടാണ്. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ 3 ചെയിൻ ചെയ്തിട്ട് തന്നെയാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 3 ചെയിൻ ചെയ്തതിന് ശേഷം ഒരു 3 ഡബിൾ ക്രോഷയും കൂടി നമ്മൾ ഈ 2 ചെയിൻ സ്പേസിൽ ചെയ്യും. അപ്പോൾ ആദ്യത്തെ ഡബിൾ ക്രോഷ ചെയ്തു, രണ്ടാമത്തെ ഡബിൾ ക്രോഷേ, മൂന്നാമത്തെ ഡബിൾ ക്രോഷേ. അതിനുശേഷം ഒരു 3 ചെയിനാണ് ഇവിടെ ചെയ്യുന്നത്. 3 ചെയിൻ ചെയ്തതിന് ശേഷം ഈ ഒരു സ്റ്റിച്ചിലോട്ടാണ് നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അതായത് ഇതുപോലെ ഈ സ്പേസിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ ഒരു ബീഡ് പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് ഷേപ്പിലായിട്ട് ഈ ഭാഗത്ത് നമുക്ക് സ്റ്റിച്ച് വരും. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഈ ഒരു സ്പേസിലൂടെ ഹുക്ക് എടുക്കുക, ത്രെഡിനെ ഹുക്ക് ചെയ്തെടുക്കുക, എന്നിട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പോൾ ഇവിടെ ഒരു ബീഡ് പോലെ ഫോമായി. ഇനി 3 ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത്. ഈ 2 ചെയിൻ സ്പേസിൽ തന്നെ ഡബിൾ ക്രോഷ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ഡബിൾ ക്രോഷ ചെയ്തു, സെക്കൻഡ് ഡബിൾ ക്രോഷേ, തേർഡ് ഡബിൾ ക്രോഷേ. അതിനുശേഷം 3 ചെയിനാണ് ചെയ്യേണ്ടത്. 1 2 3 3 ചെയിൻ ചെയ്തിട്ട് ഈ ഒരു 2 ചെയിൻ സ്പേസിൽ തന്നെ നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ടു ചെയിൻ സ്പേസിൽ വരുന്ന പാറ്റേൺ ഇങ്ങനെയാണ്. ഇനി അടുത്ത 2 ചെയിൻ സ്പേസിലോട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓരോ സ്റ്റിച്ചിലും സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ടു ചെയിൻ സ്പേസിൽ എത്തിക്കഴിയുമ്പം ഇതേപോലെ തന്നെ ഇവിടെ സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്യണം. ഇതുപോലെ 2 സ്പേസിലും കൂടി ഇതേപോലെ സ്റ്റിച്ചസ് ചെയ്തതിന് ശേഷം ഈ ലാസ്റ്റ് 2 ചെയിൻ സ്പേസിൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ക്രോസിൻ്റെ ഈ 3 2 ചെയിൻ സ്പേസിലും വർക്ക് കംപ്ലീറ്റ് ആയി. ഇനി ലാസ്റ്റ് സ്പേസ് ഇതേപോലെ സ്റ്റിച്ചസ് കണ്ടിന്യൂ ചെയ്യുന്നത് ചെയ്യാം. ലാസ്റ്റ് 2 ചെയിൻ സ്പേസിൽ ഡബിൾ ക്രോഷ ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ 2 ലൂപ്പിലൂടെ എടുക്കുക, അടുത്ത 2 ലൂപ്പിലൂടെ എടുക്കുക. ഇതുപോലെ 3 ഡബിൾ ക്രോഷ കൂടി ചെയ്യണം നമുക്ക്.
സെക്കൻഡ് ഡബിൾ ക്രോഷേ ചെയ്തു, തേർഡ്, ഫോർത്ത്. 4 ഡബിൾ ക്രോഷേ ചെയ്തതിന് ശേഷം 2 ചെയിൻ ചെയ്യുക. 4 ഡബിൾ ക്രോഷേ കൂടി ഈ സ്പേസിൽ ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുക. 1 2 3 4. അപ്പോൾ 4 ഡബിൾ ക്രോഷേ വെച്ചിട്ട് നമ്മൾ 2 സൈഡിലും ചെയ്തിട്ടുണ്ട്. ഇനി ഈ വർക്കൊന്ന് ടേൺ ചെയ്യണം. ടേൺ ചെയ്തിട്ട് അടുത്ത സ്റ്റിച്ചിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ 2 ചെയിൻ സ്പേസ് എത്തുന്നവരെ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ വർക്ക് ഇതുപോലെ കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. 4 ഡബിൾ ക്രോഷേ ചെയ്യുക, 2 ചെയിൻ ചെയ്യുക, 4 ഡബിൾ ക്രോഷയും ചെയ്യണം. ഇതേപോലെ നമ്മൾ ഒരു 3 കംപ്ലീറ്റ് ചെയ്യണം. ഇപ്പോൾ 3 ഇതുപോലെ ചെയ്തിട്ട് നമുക്ക് ബാക്കി ഒരുമിച്ച് ചെയ്യാം. നമ്മളുടെ ക്രോസിൻ്റെ പാറ്റേൺ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊരു കാർ ഹാങ്ങിങ് ആയിട്ടൊക്കെ തൂക്കിയിടാനും ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഇനി നമ്മളിതൊരു ബുക്ക് മാർക്കാക്കി മാറ്റണം. ഇവിടെ നിന്ന് ഞാനൊരു 30 ചെയിൻ ചെയ്തിട്ടാണ് ഈ ബുക്ക് മാർക്കിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ പാറ്റേൺ കാണിച്ചു തരാം. ഈ ടാസൽ ചെയ്യുന്നത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്, ഒരു ബീഡോടുകൂടി ടാസൽ ചെയ്യുന്നത്. ഈ വീഡിയോയിലും നമ്മൾ ടാസൽ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള വർക്ക് നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ക്രോസിൻ്റെ ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം ഈ 2 ചെയിൻ സ്പേസിലോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മളൊരു 30 ചെയിനാണ് ചെയ്യുന്നത്. ഇതുപോലെ 1 2 3 4 5. ഞാനിവിടെ ഒരു 30 ചെയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ടാസൽ ആഡ് ചെയ്യും. ടാസൽ ചെയ്യാനായിട്ട് ഇതേ ത്രെഡ് കട്ട് ചെയ്തിട്ട് നമുക്ക് ടാസൽ ചെയ്തെടുക്കാം. ഞാനിവിടെ എംബ്രോയ്ഡറി ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാവുമ്പോൾ ഇത്തിരി കൂടി തിക്കായിട്ട് ടാസൽ കിടന്നോളും ഇതുപോലെ. അപ്പോൾ ഇതൊന്ന് ഒരു 15 സെൻറ്റിമീറ്ററിലൊക്കെ ഒരു 10 ത്രെഡ്സ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ എംബ്രോയ്ഡറി ത്രെഡ് ഒരു 12 സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത്. ഇനി ഇത് നമുക്ക് ഈ സ്പേസിലൂടെ ഇതുപോലെ എടുക്കാം. ഇതുപോലെ ഏകദേശം ഒരുമിച്ച് വെച്ചിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യുക. എന്നിട്ട് ഒരു സ്ട്രാൻഡ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു സ്പേസിലൂടെ ഇതുപോലെ എടുക്കുക. എന്നിട്ട് ഈ ത്രെഡും കൂടി കവർ ചെയ്ത് വരുന്ന രീതിയിൽ ഇതിങ്ങനെ പുറത്തോട്ടെടുക്കുക. ഇതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. എന്നിട്ട് ഈ കെട്ടിയ ഭാഗം കാണാത്ത രീതിയിൽ അകത്തോട്ട് വയ്ക്കുക.
ഇനി ഈ ഹുക്ക് ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് ഈ യാണൊന്ന് വലിച്ച് ടൈറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ എൻഡൊക്കെ അൺഈവനായിട്ടാണ് ഇരിക്കുന്നത്. നമുക്കത് കട്ട് ചെയ്ത് ഈവനാക്കിയെടുക്കാം. ഈ ഒരു ചെയിൻ നമ്മൾ ഇതേപോലെ തന്നെ വർക്കിൽ ഹോൾഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ സിംഗിൾ ക്രോഷ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ചെയിൻ ഇതുവരെ സിംഗിൾ ക്രോഷ് ചെയ്ത് സിംഗിൾ ക്രോഷ് തന്നെ ചെയ്യണം എന്നില്ല, ഹാഫ് ഡബിൾ ക്രോഷ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ സിംഗിൾ ക്രോഷയാണ് ചെയ്യുന്നത്. ഇതുപോലെ ആ എൻഡ് വരെ സിംഗിൾ ക്രോഷ് ചെയ്യാം. ഞാനിപ്പോൾ ഈ എൻഡ് വരെ സിംഗിൾ ക്രോഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 ചെയിൻ സ്പേസിൽ ഇതൊന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഇനി യാൺ കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ ടാസിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ഈവൻ ആക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ടാസിലോടുകൂടി നമ്മൾ ഈ ക്രോസിൻ്റെ ബുക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ക്രോസിൻ്റെ ബുക്ക് മാർക്ക് പാറ്റേൺ ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.